ഹേ ഗൈസ്, വെൽക്കം ടു പുതിയൊരു വീഡിയോ. അപ്പോൾ സമയം ഏതാണ്ട് 2 മണി ആയിരിക്കാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ആർക്കും ഉറക്കമൊന്നുമില്ലേ? ഞങ്ങൾ രാത്രി മൂത്തമ്മയുടെ വീട്ടിലേക്ക് പോവാണ്, നെയ്യാറ്റിൻകര. ഇപ്പൊ പോകുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പം പോയാൽ നമുക്ക് രാവിലെ അമ്പലത്തിലേക്ക് പോവാം. ആറ്റിൽ പോയി കുളിച്ചിട്ടൊക്കെ വേണം അമ്പലത്തിൽ പോകാൻ. എനിക്ക് പേഴ്സണലി ആ സ്ഥലം ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉള്ളൊരു സ്ഥലമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിലേക്ക് ഞങ്ങൾ അവിടെ പോയി നിൽക്കുമായിരുന്നു വെക്കേഷൻ ടൈമിലൊക്കെ. പിന്നെ കുറേ നാളായി കേട്ടോ ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ട്. അപ്പം ഇന്ന് എന്തായാലും അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവത്തില്ല. രാവിലെ പോയി അവിടെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ലേറ്റ് ആവും. അതുകൊണ്ട് രാത്രിയിലേ അങ്ങ് പോവാന്ന് വിചാരിച്ചു. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇറങ്ങിയാലോ? അപ്പോ പോവാം. ഹാപ്പിക്കുട്ടനെ എടുത്തിട്ടുണ്ട്. ഹാപ്പിക്കുട്ടൻ പോവാം. പാവമായിട്ടിരിക്കുന്ന അതെങ്ങനെ ഇരിക്കുന്നൊക്കെ എന്റെ കയ്യില് കേസരിയോ? ഓ, ഞങ്ങൾ കേസരി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പൊ മൂത്തമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കേസരി ഒക്കെ എടുത്തു. എന്റെ ടീഷർട്ട് ആട്ടോ ഇട്ടേക്കുന്നേ. ഇപ്പൊ എല്ലാം എന്റേതാ. സ്പൈഡർമാൻ്റെത്. എനിക്കിപ്പോ ഒന്നുമില്ല. ചെലന്തി മനുഷ്യൻ. അപ്പൊ നാളത്തെ ഒരു ദിവസം ഫുള്ള് നമ്മള് നെയ്യാറ്റിൻകര അവിടെ ആയിരിക്കും. അരുവിപ്പുറം കേട്ടോ, അതാണ് സ്ഥലത്തിന്റെ പേര്. പൂട്ടിയാ? താക്കോലെന്തോ അവിടെ വന്ന് വെച്ചേ? അപ്പൊ ഓക്കെ, ടാറ്റ വീടെ മറ്റത്താ കാണാം. ബൈ, ടാറ്റോട്. ഓക്കെ, ഇനി കയറ്. ഒരു 65-70 കിലോമീറ്ററേ ഉള്ളൂ. 1 മണിക്കൂറൊക്കെ മതിയായിരിക്കും. നേരത്തെ എത്താൻ പറ്റും. രാത്രി തിരക്കൊന്നുമില്ലല്ലോ. അച്ഛനാ സിമ്പിളായിട്ട് വന്നേക്കുന്നത് അല്ലേ? ഞാനും അച്ഛനൊക്കെ ഒരേ ഇതാ, സിമ്പിൾ. ഇതൊക്കെ കുറച്ച് ഓവറാട്ടോ. ഷർട്ടിൽ ഒരുമാതിരി തൊപ്പിയും ബാക്കില് സ്പൈഡർമാന്റെ പാടവും. തന്തവൈ വാങ്ങുന്നുണ്ടേ. ഞാൻ ഇനി ബാക്കി വന്നു കേട്ടോ, അച്ഛൻ്റെ ഫ്രണ്ടില്. അളിയോ വണ്ടി ഓടിക്കുന്നു. എന്തത് പറ്റി പേടിയാവുന്ന? വീട്ടിൽ ഇതൊന്നും അല്ലല്ലോ കാണിക്കുന്ന. ഇത് വണ്ടി കയറുമ്പോ എന്തോന്ന് എന്റെ തുങ്കടി മോനാണ് എന്തൊക്കെയാ. അതെ, എനിക്കൊരു ചായ കിട്ടിയിരുന്നെ കൊള്ളായിരുന്നു. ഞാൻ ഒന്ന് ഓണായേനെ. കട്ടാൻ ചായ മതിയാ? അല്ല, കട്ട കുടിച്ചാ എന്തൊരു അനുസരണ അച്ഛന്. പിന്നെ ആരാ ചായ പറഞ്ഞ? അതാ ഇതല്ലേ അച്ഛൻ പറഞ്ഞ. ഞാൻ അത് പിന്നെ എടുത്തോന്ന് പറഞ്ഞ പിന്നെ എന്തിനാ എടുത്തത്? ബൂസ്റ്റിട്ടാണോ ചേട്ടൻ ചിരിക്കുന്നത്? ഇതൊക്കെ എന്തുവാ? വട വേണ്ട, കുഴപ്പമില്ല. ചൂടാണോ? ചൂടാ? ഇപ്പൊ ചൂട്ടാ? അയ്യോ, ഞാൻ എങ്ങനെ ഇത് അളിയത് പിടിച്ച ഒരു വട എടുക്കാട്ടോ. ആ ചൂട് വട, ചൂടാക്കിയ വട വലിയത് ഇതില്ല കേട്ടോ. വേണോ അമ്മ? എന്നാ അല്ലേ, സൂപ്പറാന്ന്. എന്നാ വായിൽ വെച്ചുതരാ. ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങി കേട്ടാ. ഞാനും അമ്മയും കൂടെ ബാക്കിൽ കിടന്നങ്ങ് ഉറങ്ങി. സാധനമൊക്കെ ഇട്, ബാഗൊക്കെ എടുത്തിട്ട്. നമ്മള് വീട്ടിൽ നിന്ന് 2-3 ബാഗൊക്കെ ആയിട്ടാ വന്നത്. പോകുന്ന ലക്ഷണമൊന്നും ഇല്ലേ അമ്മ? ഇത്രയും ബാഗ് എടുത്തോ? ഷിറ്റ് കേട്ടോ, ഇത് ഷിറ്റ് ഇടുന്നതിന്റെ പൊസിഷനാ. മുള്ളുന്നതിന്റെ പൊസിഷൻ വേറെയാ. വെൽഡൻ ഗുഡ് ബോയ്. അവിടെയാണ് കേട്ടോ അമ്പലമൊക്കെ ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കാണിക്കാനുണ്ട് നിങ്ങളെ. അതുകൊണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല്ലേ, ഫുള്ളായിട്ട് കാണണം കേട്ടോ. സൂപ്പർ വീഡിയോ ആയിരിക്കും ഇത്. ഫുൾ നൊക്ലാച്ചിക്കാണ് ഇവിടെ. തേങ്ങ കിട്ടിയാ? ഇവിടെ കിടന്നല്ലേ. ഇതൊരു ചെറിയ വഴി കേട്ടോ, ഇതുവഴി വേണം പോവാൻ. വണ്ടി അങ്ങോട്ട് ഇറങ്ങി പോകത്തില്ല. ബൈക്കൊക്കെ പോകാൻ പറ്റും, കാറ് പോകത്തില്ല. മുത്തമ്മോയ് ഹായ്, ഞങ്ങളെത്തി. വേണ്ട, ഞങ്ങൾക്കൊരു തേങ്ങ കിട്ടി അവിടുന്ന്, അതും എടുത്തോണ്ട് വന്നാ. എന്നിട്ട് ഞങ്ങള് കേസരി ഉണ്ടാക്കിയായിരുന്നു, കഴിച്ചു നോക്കുക. മധുരം കുറച്ചാ ഉണ്ടാക്കിയത്. വീട് ഞാൻ ഫുള്ളായിട്ട് നാളെ കാണിച്ചു തരാം. ഇവിടെ എങ്ങനെ വീടെല്ലാം അപ്പുറത്തപ്പുറത്ത്, ഇതിന്റെ അപ്പുറത്തും വീടാ. കണ്ടോ, ഇത്ര ഗ്യാപ്പേ ഉള്ളു മതിലും വീടും തമ്മിൽ. നോക്കി, അപ്പുറത്തെ വീട്ടിൽ ഒരു അമ്മൂമ്മയുണ്ട്. ഭയങ്കര കാര്യമായിരുന്നു. എവിടെ പോയി? ടൂർ പോയ അമ്മൂമ്മ. ഇനി പോയി കിടന്ന് നന്നായിട്ട് ഉറങ്ങണം. ഉറങ്ങിയിട്ട് നമുക്ക് രാവിലെ എണീറ്റ് ആറ്റി പോയി കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോവാട്ടോ. നാളെ രാവിലെ കാണാം സുഹൃത്തുക്കളെ. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെ പോയാ? ചീനിയൊക്കെ മേടിക്കാൻ പോയി. എന്നാ കുളിക്കാൻ പോവല്ലേ രാവിലെ? കുളിക്കാൻ പോയി. അയ്യോ ഞാൻ നിക്കർ എടുത്തില്ല. നീന്താ അറിയാവോ? വലിയ കയമൊക്കെയാ എനിക്ക്. പിന്നെ അവിടുത്തെ ഓരോ ഇഞ്ചും കുഴി എനിക്കറിയാം. ഇവിടെ വരുന്ന സമയത്ത് നേരെ ആറ്റി പോയി കുളിക്കുക, അമ്പലത്തിൽ പോവാ. ആറ്റി പോയി കുളിക്കുക, അമ്പലത്തിൽ പോവാ. ഇത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. പക്ഷെ നേരത്തെ ഈ വീടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇപ്പൊ വന്ന വീടുകളാണ്. പട്ടിയൊന്നും ഇല്ല ഇപ്പൊ. ഒരു ഡോബർമാൻ ഉണ്ടായിരുന്നു, ഒരു മുതുക്കൊരു പട്ടി. ആ ചത്തുപോയെന്ന് തോന്നുന്നു. എടാ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ പേര് എന്തിനായിരുന്നു? പാലിയോട്. ഡാൻസ് കളിക്കാൻ നമ്മളിഞ്ഞ് വരും. അമ്മയാണ് കൊണ്ടുവരുന്നത്. നമ്മള് മൂന്നുപേരും വരും. ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോ പിന്നെ അച്ഛൻ വരും. ശനിയാഴ്ച വന്നിട്ട് ഒരു ക്ലാസ്സിന് പോകും. ഞായറാഴ്ച 2 ക്ലാസ് കിട്ടും. അന്ന് സമയത്ത് ഭയങ്കര ഡാൻസ് ആയിരുന്നു. നമ്മുടെ വീട്ടിന്റെ അടുത്ത് ആയാലും നമ്മൾ ഓണപരിപാടിക്കും അതിനും ഇതിനും മൊത്തം അച്ഛൻ കൊണ്ടുപോകും. മറ്റേ ഒരു മിനിക്കിന്റെ ഡ്രസ്സൊക്കെ മേടിച്ച് തയ്പ്പിച്ച് തന്ന് റംബാവോ ഓ എവിടെ പോയാലും ഒരു ആ പാട്ടൊക്കെ ഇട്ട് ഡാൻസും സംഭവം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് തന്നെ കേട്ടോ. ഇവിടുന്ന് തന്നെയാണ് എല്ലാം തുടങ്ങുന്നത്. പക്ഷെ വീടിപ്പം കുറെ ഈർപ്പൊക്കെ പിടിച്ച കേട്ടോ. പെയിന്റ് ഒക്കെ എല്ലാം പോയി. അതെ, താമസത്തിന് ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഈ വീട് കുറച്ചാളും കൂടെ കഴിയുമ്പോഴത്തേന് ഇത് കൊടുക്കും. ഒരാഴ്ച ആളില്ലെങ്കിൽ കാടും കയറി ചെതലും കയറി. മൂത്തമ്മയൊക്കെ അങ്ങാണ്, നമ്മുടെ അവിടെ ആണ്, ചടയമംഗലത്താ. ആശുപത്രി പോകാനോ ഒന്നിനും പാടാ, വണ്ടിക്ക് ബുദ്ധിമുട്ട്. അവിടെ ആകുമ്പോ നമുക്ക് ആ ബുദ്ധിമുട്ടില്ല, എല്ലാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാനായിട്ട് ആരുമില്ല. ഇപ്പൊ മൂത്തമ്മ ആയാലും എപ്പോഴും ചടയമംഗലത്താണല്ലോ, ഇങ്ങോട്ട് അധികം വരലില്ല. ഇവിടുന്ന് ഇങ്ങനെ ബസ് റൂട്ട് ഭയങ്കര കുറവാണ്. മറ്റേ ടക്കറില്ലേ ജീപ്പ്, അതിനകത്താണ് കൂടുതൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വയ്യാതായ പറ്റൂല. അത് പെട്ടെന്ന് ഉണ്ടാവുന്ന അസുഖമാണ് എനിക്ക് വരുന്നത്. ഇത് വന്നാൽ നിമിഷത്തിനിടെ എത്തിക്കണം, അതിലൂടെ പറ്റൂല. കുളിക്കാൻ പാ മൂത്തമ്മ വരുന്നോ? കൊറേ നാളായി കാണുമല്ലോ വന്നിട്ട്. വരി. ഞാൻ ആറ്റിലൊന്നും ഇറങ്ങൊക്കെ ഇല്ല. മൂത്തമ്മ പണ്ട് നീന്തൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഈ ആറ്റിനൊക്കെ നീന്തി പോയിട്ടുണ്ട് നല്ല സമയത്ത്. മൂത്തമ്മയുടെ നല്ല സമയത്താണ് ഈ നാട്ടിൽ വന്നത്. 35 വർഷം നാട്ടിൽ ജീവിച്ച്. എത്ര വയസ്സിലാവും? 24 വയസ്സിൽ ഇവിടെ വന്നു. അയ്യോ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്നത് എന്താ 15 വയസ്സിൽ. എനിക്ക് അവിടുത്തെ ഇഞ്ചും കുഴിയൊക്കെ അറിയാം. ഇന്ന് പോയി ഞാൻ വെള്ളം കുടിക്കും. അയ്യോ ആറ്റി കുളിക്കുന്ന മാത്രമല്ല, എനിക്കൊരു മണക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു ഇവിടെ. ഒരു ഫുൾ സൈക്കിൾ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അത് എത്തത്തില്ല. ഞാൻ പിന്നെ അതിന്റെ ഇടയിൽ കൂടെ അല്ല, ഇടയിലെ കമ്പി ഉണ്ടല്ലോ, അതിന്റെ കീഴിൽ കൂടെ ഇങ്ങനെ കാലം കിട്ടി ചവിട്ടി മുക്കാമണിയും പോയി. അതാണ് ചെന്ന് ഇടിക്കും. വേറെ ഒറ്റ വീട്ടിലും അങ്ങനെ പോയി കിടന്നിട്ടില്ല. അവന്മാർ നേരെ ഇവിടെ വരും. ഇത്രയും ദൂരെ അവന്റെ ഒരു മൂത്തമ്മ ഇവിടെ ഉള്ളു. ഞങ്ങൾ അന്നേ പറയുന്നത് നെയ്യാറ്റിൻകര ഉള്ള മൂത്തമ്മയുടെ വീട്ടിൽ പോകാന്ന് പറയും. നെയ്യാറ്റിൻകര ഉള്ള ഒരു കാര്യമുണ്ട്. ആ സമയമാകുമ്പോ ഇവൻ വരും, മണിക്കൂട്ടം വരും, കൊണ്ടുവരും. ഞാൻ മാത്രമല്ല, നമ്മുടെ അവിടുന്ന് കുറെ ടീമുകൾ ഉണ്ടായിരുന്നു. ഇവിടെ സ്കൂൾ അടയ്ക്കുമ്പോ ഒരുപാട് ആൾ ഇവിടെ കാണും എപ്പോഴും. ആർക്കുള്ള കാര്യങ്ങൾ എടുത്താലും കുട്ടിക്കാലങ്ങളാണ് ഏറ്റവും നല്ലത്. നല്ല കാലം കുട്ടിക്കാലമാണ്. അറിയോ? ഞാൻ വിചാരിച്ച അറിഞ്ഞുകൂടന്ന്. സുഖമായിട്ടിരിക്കുന്ന സുഖം. ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ. വീട്ടിൽ എല്ലാവർക്കും സുഖം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ട്. ഇറങ്ങാൻ. ഓക്കെ ശരി. അപ്പൊ ഇവിടെ ഉത്സവം ആകുമ്പോഴത്തേനും ഒരു ബഹളമാ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു ഒരു ചേട്ടന്റെ. പുള്ളി ഞങ്ങളെയാണ്, എന്നെ ആ ചേട്ടനെ വേറെ കുറച്ച് ടീമുകളുണ്ട്, ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്ന കട. എന്നിട്ട് ഞങ്ങൾ CD ഒക്കെ അറിഞ്ഞു പറ്റും. എന്നിട്ട് കൊണ്ടുപോയി അവിടെ TV ഇട്ട് കാണും, എന്നിട്ട് തിരിച്ചോണ്ട് വെക്കും. ഉത്സവം ആകുമ്പോൾ അടിപൊളിയാട്ടോ ഇവിടെ. ഞങ്ങൾ കുടുംബസമേതം ആറ്റി പോയി കുളിക്കും കേട്ടോ. ഇങ്ങോട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. വേണ്ട മൂത്തമ്മയുടെ വീടാണ് സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ വീടുകളുണ്ട് കേട്ടോ. പക്ഷെ ആർക്കും വഴിയില്ല, ഈ ഒരു ഇടവഴി മാത്രമേ ഉള്ളൂ. അതെ, ഈ വീടൊന്നും പിന്നീടൊക്കെ വന്നതാണ്. ഞാനൊക്കെ വരുന്ന സമയത്തൊന്നും ഈ വീടൊന്നും ഇല്ല. എനിക്കൊന്നും ഇത് പഞ്ചായത്തിൽ നിന്നും കൊടുത്ത വീടുകളാണെന്ന് തോന്നുന്നു. മനുവണ്ണൻ്റെ ഇവിടെ അത് അവിടെ. പണ്ട് ഞാൻ മറ്റേ GTA ഒക്കെ കളിക്കുന്ന ഇവിടുന്ന് മനുവണ്ണൻ്റെ വീട്ടിൽ കയറി GTA കളിക്കാനായിട്ട്. അയ്യോ, ജസ്റ്റ് കുറച്ചൊന്ന് നടന്നാൽ മതി. ഒരു 50 മീറ്റർ പോലും നടക്കണ്ട ആറ്റിലോട്ട്. തൊട്ടക്കര ആറാണ്. അയ്യോ, കുളിക്കാൻ വരുമ്പോ തോട്ട് ആ കാട്ടിന്റെ കീഴിൽ പോയി അപ്പിടും മണിക്കുട്ടേണ്ണ. ഇന്ന് പോകുന്നുണ്ടാന്തോ നോക്കാം. അച്ഛ പോതാ ഓപ്പണാണ് ഇപ്പൊ, തിരക്കില്ല, ഓപ്പണാ. ഇവിടെ കുളിക്കാൻ ആരൊക്കെ ഉണ്ട് കേട്ടോ. ചങ്ങാടം കിടക്കുന്നോ? അതുകൊണ്ട് ചങ്ങാടമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. മുള വെച്ചിട്ടുള്ള ചങ്ങാടം. ഇതാരുണ്ടാക്കിയ?
അപ്പൊ ഇതിനകത്ത് കയറി പോവാൻ പറ്റുമോ? നിങ്ങൾ പോവാ ആദ്യം, നോക്കട്ടെ ഇത് വർക്കിംഗ് ആണെന്ന് അറിയണ്ടേ. നീന്താ അറിയാവോ? ഇത് മണിക്കുട്ടണന്റെ മോളാണ് കേട്ടോ. ഹായ് പറ. ഇങ്ങോട്ടൊന്നും പോകത്തില്ല, ഇവിടൊക്കെ ഭയങ്കര കുഴിയാ. കുളിക്കുന്ന സ്ഥലം അവിടെ ആണ്, ആ ഭാഗത്ത് നിന്നിട്ടേ കുളിക്കാറുള്ളൂ. ഓ മുങ്ങി മുങ്ങി ചങ്ങാട മുങ്ങി. ഓ അത് പൊങ്ങുന്നില്ലല്ലേ. ഓ ചങ്ങാട മറിഞ്ഞ്. ഞാൻ ഇറങ്ങാം, എനിക്കത് പല്ല് കേൾക്കടാ, പല്ല് തേച്ചിട്ട് ഇറങ്ങാം. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, ചിലപ്പോൾ ഈ പല്ലിൻ്റെ ഇവിടുത്തെ കരി പോകത്തില്ല, ഇവിടെ എവിടെയെങ്കിലും കൊട്ടിപ്പിടിച്ചിരിക്കും. പക്ഷെ പല്ല് കിടക്കുക ബാസന്തി. വൃത്തിയാവും. ഞാൻ ഇവിടെ കുളിക്കുക, ഇവിടെയൊക്കെ പാറയാ. അറിയാം. അളിയാ ഐ ആം കമ്മിങ് കേട്ടോ. എടി കയറൊക്കെ ഉണ്ടായിന്, അത് കൊള്ളാം. അമ്മേ ചങ്ങാളം പറഞ്ഞു. കര കാണാ കടലല മേലേ മൃഗപ്പുലി പറന്നേ. ഇന്ത്യ വിജയിച്ചു. അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിൽ വന്നേ. നമുക്ക് ചങ്ങാടത്ത് കയറി പോവാം, അടിപൊളിയാ. ആരെങ്കിലും തുഴയോ? ഇത് മുങ്ങോ? ഓടക്കണ റിസ്ക്കാണ്. ഞാൻ ആക്ഷൻ ക്യാമറ എടുത്തോണ്ട് വന്നില്ല കേട്ടാ, അല്ലെങ്കിൽ നൈസായിരുന്നു. ഞാൻ കിടക്കണുണ്ടെങ്കിൽ പറ്റൂല, എഴുതിക്കാൻ പറ്റൂല. ഞാൻ കിളിക്കൂട്ടിട്ടില്ല, പൊത്ത് കയറുന്നു. ഈ മുളയിൽ കമ്പുണ്ട് കേട്ടോ, വലിയ പാട്. വേണ്ട എന്തിനാ കിളിക്കൂടി ഇടാനാ? വേണ്ട പോട്ടെ. നിങ്ങൾ കണ്ട ഇല്ലല്ലേ? ഇതെന്തിനാ കാണിക്കുന്ന? ഇതെന്തോ പ്രതിഷ്ഠയോ? ഈ വിഗ്രഹം ഒന്ന് മാറ്റാവോ? അതല്ല, അച്ഛനും കേറി ഇരിക്കൂല്ലേ അതില്. ഇല്ല അച്ഛൻ ഇരുന്നോ? ഇല്ല തിരിയത്തില്ല. പീണ്ടി പോയോ? ചങ്ങാടത്തിന്റെ എഞ്ചി ഊരി കേട്ടോ, അതുകൊണ്ടേ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങോട്ടൊക്കെ നല്ല കുഴിയില്ലേ? ഇവിടെ പണ്ട് തോട്ടയിട്ട് പൊട്ടിക്കില്ലായിരുന്നു. നമ്മളിവിടെ തോട്ടയിട്ട് പൊട്ടിക്കായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടിട്ട്. പണ്ടത്തെ കാര്യമല്ലേ, നമ്മളിപ്പൊ പൊട്ടിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. പണ്ടൊക്കെ എല്ലാവരും പൊട്ടിക്കുവായിരുന്നേ. കറങ്ങളിയാ ആമസോൺ കാട്ടിനായിട്ട് കയറാൻ നമുക്കിനി. ഇതുകൊണ്ട് ഇതൊക്കെ വൻ മരങ്ങളാട്ടോ, കൊള്ളാം. നമുക്ക് കിടന്നു നീന്താം. വള്ളി പിടിക്കട്ട്. അങ്ങോട്ട് പിടിക്കോ? അങ്ങോട്ട് അങ്ങോട്ട് പോട്ടെ. വള്ളി പിടിച്ചു. യെസ്. ഇനി ഞാൻ എണീക്കിട്ടി ഇതിന്ന്. അയ്യോ പോയി. അയ്യോ ചങ്ങാടം പോയേ. ചങ്ങാടം പോയി. എന്റെ ഫോണ് അമ്മയൊക്കെ ചിരിക്കണേ. ദൈവമേ, അയ്യോ തോർത്തഴിഞ്ഞു പോയി. എന്നെ തോർത്തു പോയി. അച്ഛാ ഇതൊന്നും അമ്മേ. അല്ല ഫോൺ പിടിച്ച എല്ലാരും കാണും. ഞാൻ അടിയും കൂടെ പോയി ഷൂട്ട്. ഈ തോർത്ത് കഴിഞ്ഞോട്ടോ, ഒരു മിനിറ്റ് തോർത്ത് കൊടുക്കട്ടു.
ഇവിടെ എങ്ങനെ ഉടുക്കാം? കുഴി. ഒരു മിനിറ്റ്, അങ്ങനെ പിടിക്കല്ലേ? ഉടുക്കാന്റെ 2 കൈ ഫ്രീ അല്ല. ഇനി പിടിച്ചു ഞാൻ മുങ്ങി ഉടുത്തിട്ട് വരാം. അല്ലെങ്കിൽ അങ്ങോട്ട് സാധനം കൊണ്ടുപോവാം. അയ്യോ കിടില് വരുന്നു കേട്ടോ. പണിയായ? അയ്യോ ചങ്ങാടെ എഞ്ചിൻ പണിയായ ചേട്ടാ. മിഷി ഇളവ് വീണ്. ഇനി അത് ഫിറ്റ് ചെയ്യട്ടെ. ഞാൻ ഇത് ഉടുത്ത വഴിക്ക് വേണ്ട കയറൂടെ വെച്ച് ഉടുത്ത്. കയറ് വലിക്കല്ലേ? വേണ്ട വേണ്ട മീനമ്മ വേണ്ട. ചെറിയ മീനുണ്ട് കേട്ടോ. ഓ ജസ്റ്റ് കിട്ടിയാ? നോക്കട്ടെ. ചെറിയൊരു മീൻ കാണുന്നില്ല. എവിടെ ചെയ്താ അതിന്റെ കൈതാ? ഹായ് വേണ്ട കുഞ്ഞു മീൻ. അയ്യോ താടിപ്പോയി. കൊള്ളായിരുന്നു. അമ്മ ഇറങ്ങിയാ? നമുക്ക് നീന്താ. നീന്താ അറിയാവോ? ഡേയ് ഇങ്ങോട്ട് കേറാൻ. അവിടെ കുഴിയുണ്ട്, കയറ്. അങ്ങോട്ട് പോണ്ട. കുഴിയാ. അമ്മ മുങ്ങ, അമ്മ പൊക്കമില്ല. അങ്ങോട്ട് കുഴിയാണ്. മുങ്ങ്. 1 2 3 4 5 6 7. ഓ അയ്യോ അങ്ങോട്ട് ഒഴുക്കുണ്ട്. നിക്കറൊക്കെ വെളി വന്ന്. കുഴിയുണ്ട്. പാട്ടേന്നറിയാവോ? അയ്യോ കുഴി. കാതൽ അണുക്കൾ ഉടമ്പിൽ എത്തിനി, ഇനി കാതൽ തപ്പൻ പരിസായില്ലേ. കുടിയുണ്ടാ? വെള്ളം കുടിച്ചാ? എങ്ങനെ ഉണ്ടായിരുന്നു കുളിയൊക്കെ? വർഷങ്ങളായി. അതന്നെ വർഷങ്ങളായി ആറ്റിലൊക്കെ ഒന്ന് കുളിച്ചിട്ട്. ഞാൻ അങ്ങോട്ട് ആ സൈഡിലോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. നമ്മളാ ചങ്ങാടം ഇത് കാണിച്ചില്ലേ? അവിടെ നല്ല കുഴിയാ. ഈ നീന്താൻ അറിയാതെ പോയി ആറ്റിലൊന്നും ചാടരുത് കേട്ടോ. എവിടെയൊക്കെയാണ് കുഴി കയവും എന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും നീന്താൻ അറിയാം, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് ചാടത്. സത്യത്തിൽ നീന്തലൊക്കെ അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്. എല്ലാരും പഠിക്കേണ്ട ഒരു കാര്യം. വിശപ്പ് കൂടും. ഏറ്റവും കൂടുതൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നീന്തൽ. ഇനി നമുക്ക് പോയിട്ട് കാപ്പി കുടിക്കാം. മൂത്തച്ഛൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിച്ചിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോവാം. അമ്മ ഇത് ചീമച്ചക്ക അല്ലേ അമ്മ? അല്ലേ? ഓ ഈ ചീമച്ചക്ക കേട്ടോ. ഇത് വെച്ച് നമുക്ക് തീയലൊക്കെ ഉണ്ടാക്കാം അല്ലേ? അന്ന് അച്ഛൻ പറിച്ചോണ്ട് വന്നില്ലേ?